ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് വെറുതെയല്ല. കള്ളന്മാരെല്ലാം ഒരൊറ്റ കപ്പലിലുണ്ട് എന്ന് മാത്രം. കള്ളന്മാരുടെ കപ്പിത്താനായി കപ്പൽ തുഴയുകയാണ് PR ഏജൻസി മെനഞ്ഞെടുത്തുണ്ടാക്കിയ ക്യാപ്റ്റൻ. പരമമായ സത്യമാണത്. ആഭ്യന്തര വകുപ്പ് എന്നൊരു വകുപ്പ് കൊണ്ട് പോലീസുകാരെല്ലാം ജനങ്ങളെ നട്ടല്ലടിച്ച് തകർത്തും അവരെ പീഡിപ്പിച്ചും കൊന്നൊടുക്കുമ്പോൾ, വ്യവസായം എന്നൊരു വകുപ്പ് കൊണ്ട് ഇവിടെ വ്യവസായങ്ങളില്ലാതാക്കി തൊഴിൽ നൽകാതെ യുവജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ, പൊതുമരാമത്ത് വകുപ്പ് എന്നൊരു വകുപ്പ് കൊണ്ട് മഴക്കാലങ്ങളിൽ റോഡുകളിൽ ജനങ്ങളെ നീന്തിക്കുമ്പോൾ, വേനൽക്കാലങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ അപകടങ്ങളുണ്ടാക്കി അവർ ചത്തൊടുങ്ങുന്നു. ആശുപത്രികളിൽ എത്തുന്നവർക്ക് ചികിത്സ കിട്ടാതെ ആരോഗ്യവകുപ്പ് ഡോക്ടർമാർ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഡോക്ടർമാരെ രോഗികളുടെ ബന്ധുക്കൾ കുത്തിയും വെട്ടിയും കൊന്നൊടുക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു വകുപ്പ് ജനങ്ങളെ നിരക്ഷരകുക്ഷികളാക്കി വകതിരിവില്ലാത്തവരാക്കുമ്പോൾ, സാംസ്കാരിക വകുപ്പ് എന്നൊരു വകുപ്പ് അവരെ സംസ്കാരമില്ലാത്തവരാക്കി അവർ വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാതെ തെരുവുകളിൽ വെട്ടിയും കുത്തിയും ആത്മഹത്യ ചെയ്തും കൊന്നൊടുക്കുമ്പോൾ, കപ്പിത്താൻ ഈ കപ്പൽ ഓടിക്കുന്ന കള്ളന്മാരും കപ്പിത്താനും ചേർന്ന് ജനത്തെ കൊള്ളയടിക്കുന്ന ഈ പണവും കൊണ്ട് ഈ കപ്പിത്താനും കപ്പിത്താന്മാരും ഇനി വാഴണോ വീഴണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ.